ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ഒത്തിരി പേരും അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള റീഡിംഗ് ആണിത്. യെസ്, ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ടൈം ഓവർകം ചെയ്തിരിക്കുന്നു. അതായത് ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിലായിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഇവിടെ കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം കൊണ്ടുണ്ടായ ആ ഒരു മുറിവെന്ന് പറയുന്നത് രണ്ടുപേരെയും അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ ഓർത്ത് അവർ സങ്കടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അയാൾ കാരണമുണ്ടായ ആ ഒരു വേദന നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഹേർട്ടായി എന്നുള്ളത് ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട്. അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലേക്കും അവർക്ക് ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച ഒരു മെത്തേഡ്, ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് തിരിച്ച് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. ആ ഒരു രീതി, ആ വേ ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. മറ്റൊന്നിന് പകരമായിട്ട് അത് വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഒരു ഒരു കെയർ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ആവശ്യമുണ്ടായിരുന്നൊരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിരിക്കുന്നത്. അതൊരു എസ്കേപ്പിസമായി പോയി എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തെറ്റിന്, അതായത് തിരുത്താനാവാത്തൊരു തെറ്റ് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തിരിക്കുന്നത്. അവരത്രയും ആത്മാർത്ഥതയായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഡീപ്പായിട്ട് സ്നേഹിക്കുകയും ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് അവർ തിരിച്ചു തന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു വേദന എന്ന് പറയുന്നത്, ആ ഒരു വേദനയിൽ നിന്ന് ഇപ്പോഴും അവർ പുറത്ത് കടന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളോട് പറയാനുള്ളതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ് അവരിപ്പോൾ കരുതുന്നത്. നിങ്ങൾ സ്നേഹിച്ച പോലെ തന്നെ തിരിച്ചും അതുപോലുള്ള വികാരങ്ങളോടുകൂടി നിങ്ങളെ പ്രണയിക്കണമെന്ന് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സിലെ സങ്കല്പങ്ങളിലൊരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോയത്. ഓൾറെഡി അവരുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലായിരിക്കാം. അതൊക്കെ അവർക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടി വന്നപ്പോൾ നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റലി അങ്ങനൊരു കാര്യം സംഭവിച്ചു പോയതായിരിക്കാം. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണം. ചില സത്യങ്ങൾ ഇനിയും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അവർ ചിന്തിച്ച പോലുള്ള ഒരു റിസൾട്ടല്ല ഇതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. അതായത് അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തായിരിക്കില്ല ലൈഫിൽ സംഭവിച്ചു പോയത്. ഓക്കെ, ഒരുപാടധികം ഈഗോ അടിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ പരസ്പരം കുറ്റങ്ങൾ സമ്മതിക്കാനും അല്ലെങ്കിൽ തെറ്റുകളെ അംഗീകരിക്കാനും ഒന്നും തയ്യാറാവാത്തൊരു സിറ്റുവേഷനും കാണുന്നുണ്ട്. ആൻഡ്
ഇനി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടിയ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടൈം കോൺവെർസേഷൻ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ, ഒരുപാട് തമാശകൾ പറയാൻ, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറയാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, സങ്കല്പിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ അവരുടെ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് തന്നെയാണ്. അവരുടെ ഹൃദയം കീറി മുറിക്കുന്നൊരു വേദന അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി നാളുകളാണ് സെപ്പറേഷൻ എങ്കിലും ആ ഒരു നിങ്ങളെ നഷ്ടപ്പെട്ട നാൾ മുതൽ അവർക്ക് നിങ്ങളെ അത്രയധികമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ഫീലിങ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത് ഇപ്പോൾ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയല്ല അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ഫൈനലി ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.